ഈ ഷൊർണൂർ പോകാനുള്ള എളുപ്പ വഴി ഏതാ? എനിക്ക് അടുത്ത ആഴ്ച ഒരു PSC ടെസ്റ്റ് നീ ഉണ്ടായിരുന്നു. എങ്ങനെയാ പോകുന്നേ? ട്രെയിനില്. അറിവ് കേട്ടോ മുണ്ടമേ. ഏ? പിന്നെ എന്തിനാടാ എളുപ്പം വലി? ട്രെയിനിൽ കയറിയാ പോരെ, അവർ കൊണ്ടുപോയി വിടില്ലേ? ദാ, ദാ അവൻ. അവൻ വന്നിട്ടാ. അയ്യോ, വാടാ. വാടാ, 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 വാടാ. തങ്കമേ. ഇത് അറബി വാത്തിരിച്ചു പോ. ഷഫീഖ് ജി, ഇത് ഭാരതമണ്ണാണ്. ഇവിടെ അറബി വേണ്ട ഷഫീഖ് ജി, അറബി വേണ്ട. അല്ല മാമ ഇവിടെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് എന്റെ മാമല്ലേ വണ്ടിയിൽ കിടന്ന് ഫുൾ ഉറക്കം. എടാ നിന്റെ ഉപ്പ ഉമ്മ നിനക്ക് വേണ്ടി ഏതോ സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. വാ. നീ അപ്പുറത്തേക്ക് വാ. നീ വാ. ഹലോ ഹലോ ഷെഫീഖ് അല്ലേ? ആ ഷഫീഖാണ്. ഷെഫീഖ, ഞാനാണ് ഫൈസലാണ്. സത്താർക്ക് പറഞ്ഞിട്ട് വിളിക്കാം. നമ്മുടെ കൊടുവള്ളിയിലുള്ള ഒരു ആ, എവിടെ ഉണ്ട്? ഞാനേ നമ്മുടെ എയർപോർട്ടിന്റെ പുറത്ത് പെട്രോൾ പമ്പിന്റെ അവിടെ ഒക്കെ ഉണ്ട്. പെട്രോൾ പമ്പോ? ഏത് വണ്ടിയിൽ വരുന്നേക്കാ? വണ്ടി ഇവിടുത്തെ ക്വാലിസ് പച്ച പച്ച പച്ച. ആ വണ്ടി വന്നു. ഞാനാ ഫൈസല്. ഫൈസൽ. ദാ, ശരിട്ടാ. ഓക്കെ എവിടെ വന്നാ? ഞങ്ങള് കൊടുവള്ളി. ആ ശരി ശരി. ഓക്കെ ശരി കാണാം. ആ ശരി. വണ്ടി കിട്ടോ? ഷഫീഖെ, നല്ല വിശപ്പുണ്ടാ. നമുക്ക് നല്ല ചൂട് പൊറോട്ട ബീഫും കഴിച്ചാലോ? ഒന്ന് പോടാ. 3-3.5 വർഷം കഴിഞ്ഞിട്ടാ വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരും. എനിക്ക് എൻ്റെ ഉമ്മച്ചിനെ ഒന്ന് കണ്ടാ മതി. രമേശേ, എന്തോ? നിനക്ക് ഓർമ്മയില്ല? ആ ആ നിനക്ക് ഓർമ്മയില്ല. എന്തേ? ഇവനക്ക് ഇവന്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന കൂമ്പുത്തൂരൻ ഭയങ്കര ഇഷ്ടമാ. കൊതി പിടിച്ചിരിക്കുക. എടാ സത്യം പറയാലോ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു കണ്ട് മടുത്ത്. അതെന്നും കാണുന്നോണ്ടാണ്. കുറച്ച് നാൾ കാണാതിരിക്കും, അപ്പൊ അവരുടെ വില മനസ്സിലാവും. വെപ്രാളം പിടിക്കാതെടി പോകാ. നീ അടുപ്പത്തിരിക്കുന്ന കരിയാതെ നോക്കാം. അങ്ങോട്ടൊന്ന് വണ്ടി നിർത്തിയ. വേഗം വാ. ചേച്ചി സിലാ കാർഡി ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഒരു മാസത്തേക്ക് എത്രയാവും? ഒരു ദിവസം 2 എണ്ണം വെച്ചല്ലേ? 2 എണ്ണം ആണെന്ന് തോന്നുന്നു. ഒന്ന് കൂട്ടിയിട്ട് പറയാമോ? ഇവ എന്തെടുക്ക? നോക്കട്ടെ പോയിട്ട്. ഒരു മാസത്തേക്ക് 650 ആവും. എന്ത്? അല്ലടാ, അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തന്നാ. എന്നാ മേടിക്ക്. ചേച്ചി, ഒരു മാസത്തേക്ക് 650 എന്നല്ലേ പറഞ്ഞേ? അതെ. ഓ ആ, ഒരു 100 രൂപയ്ക്ക് തന്നാ മതി. ആ ഒരു മാസത്തേക്ക് എടുക്ക്. ഷെഫീഖേ, എടാ 100 രൂപയ്ക്ക് മതിടാ, പൈസ എടുക്കാൻ മറന്നുപോയതാ. ഇതൊക്കെയല്ലേ ഷഫീഖിനൊരു സന്തോഷം. ബാക്കി പൈസ എടുത്തോ. നീ അന്നേരം ഇവന്റെ കാര്യം ഇങ്ങനെയൊക്കെ വണ്ടി എടുക്ക. വിശന്ന് ഒരു പരിവായി. ആ പോട്ടെ പോട്ടെ പോട്ടെ. പോയി ഉണ്ണിയപ്പം പോയി. എന്താ അത്? പഴയ പ്രതാപമൊന്നും ഇല്ലല്ലോ. ഒന്നിനും കൊള്ളില്ല. കൊതിച്ചു വേണമെങ്കിൽ കഴിച്ചാൽ മതി. ബാക്കിയുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോ കളിയാക്കുന്നു. കൊള്ളില്ലെങ്കിൽ ഞാൻ ചെയ്യാനാ? എന്താ ശംസു, ഫുൾ ഫീലിങ്സ് ആണല്ലോ. ഉണ്ണിയപ്പം മോശമാകുന്നതേ അപ്പുറത്തെ ഓമനയുടെ കണ്ണേറാന്നാ ഇവള് പറയുന്നത്. അതിന്റെ ഫീലിങ്സാ. ഉണ്ണിയപ്പം മോശം എന്താ? ഉമ്മ ഉണ്ടാക്കിയ കൂമ്പ് തോരൻ സൂപ്പർ ആയിട്ടുണ്ട്. അതെ, എന്റെ മോന് വേണ്ടി മാത്രം നട്ടു വളർത്തിയ വാഴയൊന്നും ഉണ്ടാക്കിയതോ, അതുകൊണ്ട് ഇത്ര ടേസ്റ്റ്. സ്വന്തം വാഴയെന്ന് തന്നെയാണ്. ഔറംഗസീബേ കഴിച്ചേ. മാമ ചേരുന്ന തട്ടിക്കളയുന്നോ? ആരെ പൊടി കുഞ്ഞു ഓറഞ്ച് പേരിട്ടെ? എടാ ഞാൻ ഇട്ടെന്നറിഞ്ഞോണ്ട് നീ ഇപ്പൊ കളിയാക്കാൻ വേണ്ടി ചോദിച്ചല്ലോ. എന്താണ് ഔറംഗസേബിന് ഇത്ര കുഴപ്പം? ഒരു ചക്രവർത്തിയുടെ പേരാ, അറിയാവോ? ആണോ ഉമ്മ? ഒരു ചക്രവർത്തിയുടെ പേരാണ് എന്റെ മോനിട്ടത്. അതേടി അറിയത്തില്ലേ? ഇല്ല. സ്വന്തം പാപ്പായെ പിടിച്ച് ജയിലിന്റെ അകത്തിട്ട ചക്രവർത്തിയുടെ പേരാ ഔറംഗസേബ്. മനസ്സിലായോ? അനസിക്കേ, ഇവൻ മിക്കവാറും ജയിലിൽ കയറും. പോകുന്നു ചക്രവർത്തിയുടെ ഉമ്മ.
ഇത് കണ്ടോ ഉമ്മ? നമുക്ക് എന്തെങ്കിലും സാധനം മേടിച്ചോണ്ടിരാൻ പറഞ്ഞ ഇവന് അളവ് തെറ്റും ഡിസൈൻ തെറ്റും. ദേ ഇത് കണ്ടോ? നീ എപ്പോ പിടിച്ചു നോക്കിയിട്ട് അവളുടെ കൈയൊക്കെ? അതെ അവന്റെ പെണ്ണിന്റെ വളയിടിന്നെ അവനല്ല പിന്നെ ഇത് ആരാ വാങ്ങുന്നേ അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ദാ, നിന്റെ ഒരു വള. ഇത് ഇതെന്താ? ഇത് നിനക്ക് വേണ്ടിയല്ല ഉമ്മ, നമ്മുടെ ഡോക്ടറല്ലേ, പുള്ളിക്ക് കൊടുക്കാൻ. ഡാ, അനസൊക്കെ ഡിസൈൻ ചെയ്ത കല്യാണക്കുറി എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? നിന്റെ ഇക്കയുടെ ഖത്തർ ഡിസൈൻ അല്ലേ? ആ. കാണിച്ചു ഇതല്ലേ മൊത്തം 756 ചന്ദ്രക്കലയും മാറ്റർ ചെയ്ത സ്ഥലല്ലേ, ബാക്കിയല്ല ഓക്കെ. ഓ നന്നായിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയ കാർഡടിച്ചിട്ട് ആരെ വിളിക്കാനാ? ഉപ്പ എന്റെ കല്യാണത്തിന് നിങ്ങളുടെ രണ്ടുപേരും വീട്ടുകാരെ വിളിച്ചില്ല. ഇവന്റെങ്കിലും കല്യാണത്തിന് അവരെയൊക്കെ ഒന്ന് വിളിച്ചൂടെ? ആ അത് ശരിയാണല്ലോ. ലോകത്തിൽ ഒളിച്ചുകൂടി കല്യാണം ചെയ്ത് നിങ്ങൾ മാത്രല്ലല്ലോ. ഞങ്ങൾക്കും അവരെയൊക്കെ ഒന്ന് കാണണ്ടുമ്മ. ശരിയാ ഷെഫിക്ക ഷാഫി ഉമ്മക്ക് വിഷമായോ? എനിക്കൊരു വിഷമമായില്ല. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഉമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് വേണ്ട, പോരെ? ഡാ, ഉപ്പ സെന്റിമെന്റ്സ് ആയിട്ട് പുറത്തോട്ട് പോയതാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ വലിക്കാൻ പോയതാ അല്ല ഉമ്മ? ഉപ്പാ, എന്താ പരിപാടി? എന്ത് വെറുതെ എന്നാ ഊതി. ചുമ്മാ ഇരി, നീ പോ. ഊതിട്ട് നീ പോകുന്നു. അകത്ത് പോ. വേണ്ട, ഉമ്മ പറഞ്ഞല്ലോ ഈയിടെയായിട്ട് വലിയത് കൂടുതലാണെന്ന്. അവള് ചുമ്മാ പറയുന്നാടാ. എന്നെ ഉമ്മ കളിയാക്കല്ലേ, എന്റെ സ്വഭാവം മാറും. ആ എടാ വെറുതെ ആടാ. ഷംസു സിഗരറ്റ് എന്ന് വിചാരിച്ചിട്ട് വലിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഷഫീക്കേ, മോനെ, നിന്റെ കല്യാണത്തിനും ഉപ്പാന്റെ ഉമ്മാന്റെയും ബന്ധുക്കളാരും വരാത്തതിൽ നിനക്ക് വിഷമം ഉണ്ടാടാ? എന്റെ പൊന്ന് ഷംസു, നിങ്ങളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട, പോരെ? എന്റെ ഷംസുവിന്റെ ഒരു സെന്റി. ആമീർക്ക 15-ാം നൂറ്റാണ്ടിൽ ഗീലാനി നമ്മുടെ അക്ബർ രാജാവിന് കൊടുത്ത സമ്മാനമാണ്. എങ്ങനെയുണ്ട്? എടാ ഷഫീഖേ, ഇത്രയും നല്ല സാധനം ആ മൂലക്കുറുക്ക് കൊടുക്കണോ? അളിയാ, അതാ ഞാനും പറഞ്ഞേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് പോലും ഇല്ലടാ. എടാ ഇത് നമുക്ക് എടുക്കാടാ. എടാ ഷഫീഖേ, ഇത് കൊടുക്കേണ്ടടാ. ഇക്ക നീ കൊഞ്ചം ലാജിക്കാ തിങ്ക് പண்றா. ഇതെന്തായാലും ഡോക്ടറിനുള്ളതാ. നിങ്ങൾക്ക് അറിയാലോ, ആ ഒറ്റ മനുഷ്യൻ കാരനാണ് ഞാനിപ്പോൾ മര്യാദയ്ക്ക് നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ. ഓർക്കുമ്പോൾ തന്നെ പേടിയാവണം. അല്ലെങ്കിലും ഓരോരുത്തർ കഴിക്കുന്ന അരിമണിയിൽ അവരവരുടെ പേരുണ്ടെന്നാണ്. ഞാനിത് മുഴുവൻ തപ്പിട്ട് ആ ഡോക്ടറെ പേരൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോ ഇതെന്തായാലും ഡോക്ടറിന് തന്നെ കൊടുക്കും. പോയി വണ്ടിയിൽ കയറി എല്ലാத்தையும் എടുത്തു കൊടുക്കുക. വേണമെങ്കിൽ എന്റെ ആട്ടവും കൂടെ എടുത്തു കൊടുക്കുക.